on behalf of the entire legal fraternity in Assembly here, when I contacted him, the first contact I made with him, I want to know where is he working, seeing his Sri Ajit Kumar, government federal product. I may be training invited me. It was under the leadership of the government federal. So that is a role played by Popular Person. He was here in the midnight, even in Western midnight, to see that stage everything. Extend a warm welcome to the government federal. I extend a warm welcome to the District Collector. My colleague and the Chief Judicial Magistrate, Mr. Karnagaran is here. I extend a warm welcome. Vote of thanks is being delivered by Dr. Advocate G.P. Gopalakrishnan, another active Secretary of the Bar Association. He, along with Sajeev and the public prosecutor, Justice Manoj, High Court of Kerala, he is here to bless this occasion. I used to come onto the stage. Honorable Mr. Justice C.K. Abdul Rahim, former Acting Chief Justice of High Court of Kerala and presently Chairman of Kerala. Shri Muhammad Ali, Managing Director of Nirman Construction. He has constructed this beautiful building. I extend warm welcome to Mr. Muhammad Ali. There are several distinguished persons present here. The members of the Bar Association, I may say there is no bench. This function is possible because of the Bar Association. I extend a warm welcome to each and every member of the Bar Association of the entire Kannur district. Advocate clerks are here. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് കൗസർ ഭഗത് മുഹമ്മദ് നിയാസ്, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ്, പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ, നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ, സ്വാഗതം പറഞ്ഞ ഡിസ്ട്രിക്ട് ജഡ്ജ് KT നിസാറാണ്, മറ്റ് വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി. 23 വർഷം പ്രായമുള്ള ജില്ലാ കോടതി ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അതോടുകൂടി ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റി ഏറ്റെടുത്ത മറ്റൊരു ഉത്സവം തലശ്ശേരിയിൽ നടന്നുകൊണ്ട് എനിക്കറിയില്ല. കാരണം വളരെ ആവേശപൂർവ്വം വക്കീലന്മാർ അവരുടെ ഫ്രട്ടേണിറ്റി ഇതിന് ഉദ്ഘാടനം എന്ന കാര്യം ഏറ്റവും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യഥാർത്ഥത്തിൽ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരു വർഷമോ 1.5 വർഷം മുമ്പോ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ കോവിഡ് എന്ന ആ മഹാമാരി ഇതിന്റെ പ്രവർത്തനം അല്പം വൈകിച്ചു എന്നുള്ളതാണ്. 223 years of experience in the court has got. That is one request that I am put forwarding before the Chief Minister and also Chief Justice of Kerala. And second request is, government has allowed Chief Minister and Chief Justice of Kerala to expedite that work, to expedite that court to come as soon as possible, and we want to function that court at the earliest. So these two requests I hope you will consider as a positive manner. With these words I conclude my presidential address. I am inviting Honorable
സഹോദരി സഹോദരന്മാർ, തലശ്ശേരിയുടെ ബഹുമാന്യനായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജസ്റ്റിസുമാരും മുൻ ജസ്റ്റിസുമാരും വലിയ തോതിലുള്ള ചടങ്ങിന് മാത്രമായി മറ്റ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ, മറ്റ് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ എത്തിയതായും കാണുന്നുണ്ട്. ഇതെല്ലാം സ്വാഗതകാലത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം സ്മരിക്കാനുള്ള എത്രയോ പേർ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായി ഉണ്ട് എന്നത് പ്രവർത്തിച്ച ഇടമായിരുന്നു തലശ്ശേരി എന്ന്. ഇത്തരമൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ അതിൻ്റേതായ പ്രൗഢിക്കനുസരിച്ച് ഒരു മന്ദിരം, കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാവണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. തലശ്ശേരി കോർട്ട് സെൻ്ററിൽ 14 കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത്. അവയിൽ പലതും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവയാണ്. അതുകൊണ്ട് തന്നെ സൗകര്യമുള്ള കോടതികൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കോടതികൾക്ക് വല്ലാത്ത സൗകര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് പൊതുവായി കാണാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും കോടതികളിൽ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ വിഭവം പരിമിതമാണ്. അത്ര വലിയ സാമ്പത്തിക ശേഷി നമുക്കില്ല. ഇത് തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള പലതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞത് 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വികസനത്തിന് പണമില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. ബജറ്റിനെ ആശ്രയിച്ച് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടന്നാൽ അത് സൃഷ്ടിക്കുന്ന ഒട്ടേറെ പരിമിതികളുണ്ട്. ബജറ്റിന് പുറത്തൊരു പണത്തിൻ്റെ സ്രോതസ്സുകളുണ്ട്. അതിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ആ കിഫ്ബിയുടെ പദ്ധതികളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരുപാട് പദ്ധതികളാണ് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാലാവധി 2021 അവസാനിക്കുമ്പോൾ നാം ഏറ്റെടുത്ത പദ്ധതികൾ 50 അല്ല 62,000 കോടി രൂപയുടേതായി. ഇപ്പോഴത് 90,000 കോടി രൂപയിലെത്തി. ഇതെല്ലാം സാധിച്ചത് കിഫ്ബി മുഖേന പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന മനോഹരമായ ബഹുദിന മന്ദിരവും പണിതീർക്കാൻ നമുക്ക് കഴിഞ്ഞു. 57 കോടി രൂപ കിഫ്ബിയിലൂടെയാണ്
പൈതൃകത്തിനൊത്ത വിധം ഇത്തരമൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാനായി എന്നത് മാത്രമല്ല, പുതിയ കാലത്ത് കോടതി എങ്ങനെ വേണം, അതിനനുസരിച്ച് കോടതി നടപടികൾ വേഗത്തിലാക്കാവുന്ന സർവ്വവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാൻ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. നമ്മുടെ ഈ കോർട്ട് സെന്ററിലെ 14 കോടതികളിൽ 10 ഈ മന്ദിരത്തിലേക്ക് മാറുകയാണ്. 4 അഡീഷണൽ ജില്ലാ കോടതികൾ, MACT കോടതി, ഫാമിലി കോടതി, പ്രിൻസിപ്പൽ സബ് കോടതി, അഡീഷണൽ സബ് കോടതി, അഡീഷണൽ CJM കോടതി, JLCM കോടതി എല്ലാമാണ് ഇവിടേക്ക് മാറുന്നത്. മറ്റു കോടതികൾ പഴയ ബന്ധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം വെളിവാക്കുന്ന ഒരു മ്യൂസിയം സജ്ജീകരിക്കാനായി എന്നതാണ്. അധിനിവേശകാലത്തെ കോടതിയെ പോലെയാണ് അതിവിടെ ഒരുക്കിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ മാറ്റം വന്ന ഇരിപ്പിടങ്ങൾ, താടിയോലകൾ, അളവുനോക്ക സംവിധാനങ്ങൾ, വ്യത്യസ്ത പഞ്ചിങ് ഉപകരണങ്ങൾ, അങ്ങനെ ഇന്നത്തെ തലമുറക്ക് അജ്ഞാതമായ പലതും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ചരിത്രപ്രധാനമായ പല ആർക്കൈവൽ മെറ്റീരിയലുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അധിനിവേശ ഭരണകാലത്ത് ജഡ്ജിമാർ സ്വന്തം കയ്യക്ഷരത്തിലെഴുതിയ വിധികൾ, വിവിധ ശിക്ഷാരേഖകൾ എല്ലാം ഇവിടെ കാണാനാകും. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് പൊതുസമൂഹം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാന്യായ സ്പീക്കർ പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കും അങ്ങേയറ്റം താല്പര്യമുള്ള കാര്യമായിരിക്കും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ. ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണുള്ളത്. ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അനിവാര്യമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്കാവണം. ഏതായാലും സംസ്ഥാന സർക്കാർ അത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ 105 കോടതികളാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി കൊല്ലത്ത് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കോടതി നയത്തിൻ്റെ ഭാഗമായാണ് ആ മുഴുവൻ സമയ കോടതി സ്ഥാപിച്ചത്. കക്ഷിയും വക്കീലും കോടതിയിൽ ഹാജരാകാതെ തന്നെ അവിടെ കേസുകൾ തീർപ്പാക്കാനാണ്. കോടതികൾ സ്ഥാപിക്കുക മാത്രമല്ല, അവിടുത്തെ നടപടികൾ വേഗത്തിലാക്കൽ പ്രധാനമാണ്. അതിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ മാത്രം 577 തസ്തികകളാണ് സൃഷ്ടിച്ചത്. സബോർഡിനേറ്റ് കോടതികളിലാകട്ടെ 2334 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നത് അഭിഭാഷകരാണ്. ആ അഭിഭാഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടപ്പാക്കി വരികയാണ്. 1980 സർക്കാരാണ് അഭിഭാഷകർക്കായി ക്ഷേമനിധി ഫണ്ട് രൂപീകരിച്ചത്.
മെഡിക്കൽ സഹായത്തുക 5,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പുതുതായി എൻറോൾ ചെയ്യുന്ന അഭിഭാഷകർക്ക് പ്രത്യേക സ്റ്റൈപ്പൻഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് കോടതിയിൽ തീർപ്പാക്കാതെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് കുറച്ചുനാൾ മുൻപ് പരാമർശിച്ചത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാറ്. കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നില്ല. അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തുടർച്ചയായി കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നത് വേഗത കുറവിൻ്റെ പ്രധാന കാരണമാണ്. ന്യായാധിപന്മാരുടെ കുറവാണ് മറ്റൊരു കാരണം. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത്തരം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകളുടെ എണ്ണം പുറത്തുനിന്നുള്ള വഴി കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാണ്. അതുണ്ടാകാൻ പാടില്ല. എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭിക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിലകൊള്ളുക തന്നെ വേണം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോടതി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആകാശത്തിലേക്ക് ശിരസുയർത്തി അഭിമാനപൂർവ്വം നിലകൊള്ളുന്ന തലശ്ശേരി കോടതിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്ക് ചാരകശക്തിയായി നിന്ന അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി. A brief introduction. He was elevated as a judge at Bombay High Court. Parliament, members of the Bar Council, the Bar Association, judicial officers, my advocate friends, members of the local administration, ladies and gentlemen, a very good morning to all of you. In this wonderful morning, it's really my privilege and honor to be part of the inaugural function of this new court building. This building is a testament for the shared commitment of both judiciary and the executive for enhancing judicial infrastructure for benefit of our citizens. As regards the town of Thalassery is concerned, in the short time available, it's not possible for me to refer to its cultural and historical legacy. It would be a subject for an independent lecture, perhaps in a series of lectures. As a matter of legal history, Thalassery Court is among the oldest in the country. The system of judicial administration commenced here in 1792. The district court was established in 1802 and it continues to function as the principal seat and headquarters of the Kannur district. Thalassery is also known for its exceptional accessibility. In addition to housing 10 well-equipped courtrooms, it also offers ample space for a range of vital facilities, including Judicial Facilitation Center, an IT training hall, a conference hall, and a judges' library. The complex also accommodates offices for the law officers,
such as government tutor, public prosecutor, deputy director of prosecution. Quite often, court infrastructure is seen as old heritage and continue the legacy further. Therefore, it's always essential that whenever a new court building comes up, the museum should be present in all new court buildings, which acts as a bridge between the old and the new. Therefore, I share the sentiments expressed by the Chief Minister and the Honorable Speaker about the necessity of having a museum. I also share their what understand the judicial system from their childhood. They will feel affection, affinity to it, and not see it as something which you have to do only when there is a problem. In the state of Kerala, both the judiciary and the bar at council will take its rich tradition to even greater heights. I congratulate everyone who has contributed to this remarkable project, the members of the judiciary, the members of the bar, the executive, and the officers of the Public Works Department. I appreciate and acknowledge the contribution of each of you. With these words, I formally declare the inauguration of tennis courts in the new building. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് വിനീതന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ശ്രീമൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് കേരളത്തിൻ്റെ ഡെപ്യൂട്ടീഷണറായ കെ രാമചന്ദ്രൻ്റെ പേരിലുള്ള പോലും ക്ഷണിക്കട്ടെ. വർഷത്തിൻ്റെ സംസ്കാരത്തിന് പ്രതീകമാണ്. നമ്മൾ ഓരോ വ്യക്തിത്വവും അതിൽ ഓർക്കേണ്ടതാണ്. portfolio judge, Thalassery.
ബാക്ക്ഗ്രൗണ്ട് വോയിസ്
Thank you.